വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ശീമച്ചക്ക കൊണ്ടുള്ളൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ശീമച്ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശീമച്ചക്കയുടെയൊക്കെ സമയമാണ്. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഈ ശീമച്ചക്കയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് മുറിച്ചാൽ മതി. നല്ലതുപോലെ വിളഞ്ഞ ചക്കയാണ്. മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറയങ്ങ് ഒലിക്കുന്നുണ്ട്. അപ്പോൾ ആ കറ നമുക്കങ്ങ് തുടച്ച് കളയാം. ഈ ചക്കയ്ക്കൊക്കെ ഒരു അരക്കില്ലേ, അതുപോലെ ഒരു കറയുണ്ട് ഇതിനും. അതങ്ങ് തുടച്ച് കളയുക. എന്നിട്ട് ഒന്നും കൂടെ മുറിക്കുക. ഇനി അതിനെ ഒന്നുകൂടെ മുറിച്ചിട്ട് അതിൻ്റെ ആ ചക്കയുടെ ഒരു കൂഞ്ഞിയുണ്ട് ചെറുതായിട്ട്, ആ കൂഞ്ഞിയും കൂടെ അങ്ങ് മുറിച്ച് കളയുക. മുറിച്ച് കളഞ്ഞതിന് ശേഷം തൊലി ഇങ്ങനെ അങ്ങ് ചെത്തിയെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ തൊലിയെല്ലാം നമുക്ക് ചെത്തിയെടുത്ത് ഇത് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ വെള്ളത്തിലോട്ടാണ് ഇത് ചെത്തിയിടുന്നത്. കാരണം നമ്മളല്ലാതെ ചെത്തിയിട്ടെടുത്ത് വെച്ചാൽ ഇതിൻ്റെ കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലോട്ട് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇത് കഴുകിയെടുക്കണം. ഇതുപോലെ അങ്ങ് മുഴുവനും നമുക്ക് ചെത്തിയെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു മുറിയേ എടുക്കുന്നുള്ളൂ, മുഴുവനും എടുക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് ചെത്തിയെടുക്കാം. ചെത്തിയെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഇത് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കനം കൂട്ടി അരിയരുത്, തീരെ നൈസായിട്ടും ആയി പോകരുത്. നമ്മൾ ഈ ചക്ക ഉപ്പേരിക്കൊക്കെ അരിയത്തില്ല, അതുപോലെ നീളത്തിൽ അങ്ങ് അരിഞ്ഞാലും മതി കേട്ടോ. ഞാനിപ്പം ഇതുപോലെ അങ്ങ് കനം കുറച്ച് അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇത് ഒന്ന് ഇളക്കി തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു ചെറിയ പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചിപ്സൊക്കെ വറുക്കാനായിട്ട് ഇടത്തില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് തീയൊക്കെ അങ്ങ് സിമ്മാക്കി വെച്ച് കൊടുക്കുക. ഇനി അതിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരും. ഇത് നല്ലതുപോലെ മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നല്ലൊരു സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കുന്ന സമയമാകുമ്പോൾ നമുക്കറിയാം അത് നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇളക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ നമുക്കറിയാം നല്ലതായിട്ടിത് മൊരിഞ്ഞിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഇതുകൊണ്ട് ഞാൻ ഒടിച്ച് കാണിക്കാം. ഇതുപോലെ ഒടിക്കുമ്പോൾ അതുപോലെ അത് ഒടിഞ്ഞിങ്ങ് പോരും. നല്ല ഇതായിട്ട് നമ്മൾ ചക്ക ചിപ്സൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.